ഹായ് നമസ്കാരം എല്ലാവർക്കും നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ വൈൻ ഉണ്ടാക്കാം. ബീറ്റ്റൂട്ട് വൈൻ. അപ്പോൾ ബീറ്റ്റൂട്ട് വെച്ച് വൈൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ അറിയാലോ. ബീറ്റ്റൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് വേവിച്ചെടുക്കണം. 2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ വൈൻ തയ്യാറാക്കുന്നതിന് നുറുക്ക് ഗോതമ്പ് ആവശ്യമുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പഞ്ചസാര 1/2 കിലോ. പിന്നെ ആവശ്യമുള്ളത് ഈസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. പിന്നെ നുറുക്ക് ഗോതമ്പ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. ഗോതമ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഈസ്റ്റ്, പഞ്ചസാര, ബീറ്റ്റൂട്ട്. ഇനി ഈ ബീറ്റ്റൂട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ട ഭരണിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഗ്ലാസിൻ്റെ പാത്രത്തിൽ വേണം നമ്മൾ വൈന് ഇട്ട് വയ്ക്കാൻ. അപ്പോൾ അതിനുള്ളൊരു കുപ്പി റെഡിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഈർപ്പമില്ലാതെ നന്നായി തുടച്ചുണക്കി വെച്ച പാത്രത്തിലായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. അതുപോലെ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവിയും എല്ലാം ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ ബീറ്റ്റൂട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം പാകത്തിന് ഒഴിച്ചു. അതിലേക്ക് 2 പട്ടയുടെ കഷ്ണം ഇടുക, ഗ്രാമ്പു, ഏലക്കായ ഇടുക. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് വേറെ അവിടെ ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നമ്മളെ ഭരണിയിലേക്ക് വൈൻ ഒഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്നൊരു 2 കഷ്ണം നമുക്ക് ഇത് വേവിച്ചെടുക്കുമ്പോൾ, ബീറ്റ്റൂട്ട് വേവിച്ചെടുക്കുമ്പോഴും ആവശ്യമുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. അതവിടെ വേവുന്ന സമയം നമുക്ക് ഒരു വെള്ള കോട്ടൺ തുണിയിലേക്ക് നുറുക്ക് ഗോതമ്പ് കിഴികെട്ടി മാറ്റി വയ്ക്കാം. ടൈറ്റായിട്ട് കെട്ടി വയ്ക്കേണ്ട, കുറച്ച് അയഞ്ഞ് ലൂസാക്കി തന്നെ നമുക്കതൊന്ന് കിഴിയാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇത് ലാസ്റ്റ് നമ്മളുടെ വൈനിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ചിലവർ ഇത് കിഴി കെട്ടാതെ തന്നെ ഇട്ട് കൊടുക്കും, അങ്ങനെയും ചെയ്യാം. നമ്മളിവിടെ അത് ഒരു വെള്ള തുണിയിൽ കിഴി കെട്ടി ലൂസാക്കിയിട്ട് നമ്മുടെ ആ ഭരണിയിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ആ സമയം നമ്മളുടെ ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട് നോക്കാം. നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ അരിച്ചെടുത്ത്, ഇപ്പോൾ ചൂടാറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കതൊരു അരിച്ചെടുത്ത് നമ്മുടെ ബോട്ടിലേക്ക് മാറ്റാൻ നോക്കാം. കുറച്ചും കൂടെ ചൂടാറേണ്ടതുണ്ട്, അതിനായിട്ട് വയ്ക്കാം. നല്ല ചൂട് പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഭരണിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ആ സമയം നമുക്ക് നമ്മുടെ ഭരണിയിലേക്ക് നമ്മളുടെ ബീറ്റ്റൂട്ട് വേവിച്ച ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ മാറ്റി വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഈസ്റ്റ് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ അതിനെടുക്കുന്ന തവികളും എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതായിരിക്കണം. വൈൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിത് വൈന് ഭരണിയിലാക്കി വെക്കുന്നത് ഒരു ഇരുട്ട് റൂമിലായിരിക്കണം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്കത് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ നമ്മളിത് വേവിച്ചത്. അതേ അളവിൽ തന്നെ വെള്ളം നമ്മൾ ചൂടാറാനായിട്ട് വെക്കണം. തിളപ്പിച്ചാറിയ വെള്ളം 2 കപ്പ് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര നമ്മളെ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരമെല്ലാം നമ്മൾ പാകത്തിന് നോക്കുക. കുറച്ച് കൂടുതൽ മധുരം തന്നെ വേണം, കാരണം എങ്കിലേ നമ്മൾ വൈനാക്കി എടുക്കുന്ന സമയം അതിൽ കുറച്ചെങ്കിലും മധുരമായിട്ട് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഭരണി ഫുള്ളായിട്ട് നമ്മൾ ഒഴിക്കരുത്, നമ്മളെ വൈൻ ഒഴിക്കരുത്. കാരണം അത് ഈസ്റ്റൊക്കെ ചേർത്തത് കാരണം പുറത്തേക്ക് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് ഒഴിച്ചിടണം. ഇനി നമ്മളെ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം
അത്യാവശ്യത്തിനുള്ള വൈന് നമ്മൾ ഈ ഒരു വലിയ ഭരണി തന്നെ ഉണ്ട്. അപ്പോൾ 2 ബീറ്റ്റൂട്ട് എടുത്താണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ കിഴി കെട്ടി വെച്ചിട്ടുള്ള ഈ സമയം മധുരമൊക്കെ നോക്കാം, മധുരമൊക്കെ ഉണ്ടോ എന്നുള്ളത്, കുറവാണോ കൂടുതലാണോ എന്നുള്ളതൊക്കെ നോക്കി അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി ആ കിഴി ഇതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഒരു കോട്ടൺ തുണി എടുത്ത് ഇതിൻ്റെ വായ ഭാഗം കെട്ടിക്കൊടുക്കുക. നല്ല മുറുക്കി കെട്ടേണ്ട, ഒന്ന് അയഞ്ഞ് കെട്ടിക്കൊടുക്കുക. എന്നതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഭരണി നമ്മൾ കെട്ടുകയാണ്. ഇനി ഇത് 7 ദിവസം കഴിഞ്ഞോ 14 ദിവസം കഴിഞ്ഞോ 21 ദിവസം കഴിഞ്ഞൊക്കെ എടുക്കാം. എത്രത്തോളം ദിവസം കൂടുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ വീര്യം കൂടി വരും. അപ്പോൾ നമ്മൾ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചു. ഇനി നമുക്കിത് ഒരു ഇരുട്ട് റൂമിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് മാറ്റി കുറച്ച് ദിവസമായി കേട്ടോ. കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ളതാണ്. നമ്മളെ വൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കാം. കുറച്ച് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളൊരു ബോട്ടിലേക്ക്, വൈൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ആവശ്യാനുസരണം നമുക്കെടുത്തത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.